ഇപ്രാവശ്യത്തെ തൊഴിൽ വാർത്ത ഡിസംബർ 6 വരെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസംബർ 6 വരെയുള്ള തൊഴിൽ വാർത്ത എടുക്കുക. തൊഴിൽ വാർത്ത ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ടത് മസ്റ്റാണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കറണ്ട് അഫെയർസ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം നമുക്ക് അതിൻ്റെ അപ്പുറത്തെ പേജ് 12ാമത്തെ പേജ് തൊട്ടിട്ട് നമുക്ക് നോക്കാം. ഒരു തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി എന്നൊക്കെ പറയുന്ന പ്രസിദ്ധീകരണങ്ങൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മീഡിയത്തിൽ നമുക്ക് ഒട്ടനവധി ഒരുമിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുക. അതായത് ഇപ്പോൾ കറണ്ട് അഫെയർസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതുപോലെ തന്നെ പാഠപുസ്തകത്തിലത്തെ NCERT, SCERT, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടുക. അപ്പോൾ മസ്റ്റായിട്ട് PSC പഠിക്കേണ്ട ഒരാൾ ഒരു തൊഴിൽ വാർത്തയെങ്കിലും വായിക്കണം. രണ്ടും വായിച്ചാൽ നല്ലത്. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൻ, അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിച്ചത് നല്ലതാണ്. ഏതെങ്കിലും ഒരെണ്ണം തന്നെ ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. ഞാൻ ഫോളോ ചെയ്യുന്നത് തൊഴിൽ വാർത്തയാണ്. നമുക്ക് സെക്കൻഡ് പേജിലേക്ക് പോകാം കേട്ടോ. പേജ് 12ാമത്തെ പേജ് എടുക്കാം. അപ്പോൾ ഉള്ളവരൊക്കെ തുറന്നു വയ്ക്കുക, എൻ്റെ ഒപ്പം വായിക്കാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായില്ലേ. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയ പ്രദേശം ഏതെന്ന് വെച്ചാൽ ദക്ഷിണാഫ്രിക്ക ആണല്ലോ. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചത്? 20 വർഷം കേട്ടോ. ഏത് ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായമായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? ദാദാ അബ്ദുള്ള ജാവേരി. 3 ക്വസ്റ്റ്യൻ പഠിച്ചു. അതായത് ദക്ഷിണാഫ്രിക്കയിലാണ് രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത്, അങ്ങനെയാണ് പറയണത്. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്ക എന്നാണ് പറയണത്. 20 വർഷം അവിടെ കഴിഞ്ഞു. ദാദാ അബ്ദുള്ള ജാവേരിക്ക് വേണ്ടിയിട്ടാണ്, ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ഏത് ഗുജറാത്തി നേതാവിൻ്റെയാണെന്ന്, അതായത് ദാദാ അബ്ദുള്ള ജാവേരി. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിൽ. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിലാണ്. അഹിംസ അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലും ഗാന്ധിജി എടുത്തിട്ടുണ്ടെന്ന്. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915-ലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റിയത് ഗാന്ധിജിയാണ് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഏത് വർഷം മുതലാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്? 1919 മുതൽ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് ഏതിനം സമരങ്ങൾക്കാണെന്ന് വെച്ചാൽ പ്രാദേശിക സമരങ്ങൾക്ക്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സ്വദേശിയായ. ആരുടെ പ്രേരണയിലാണ് ഗാന്ധിജി ചമ്പാരനിലെത്തിയത്? രാജ്കുമാർ ശുക്ലയുടെ. ചമ്പാരനിൽ നീലം കർഷകരെ ചൂഷണം ചെയ്തത് യൂറോപ്യന്മാരുടെ തോട്ടമുടമകൾ. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനിൽ അംഗമായിരുന്ന ഇന്ത്യക്കാരനെ ആരംഭിച്ച ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജി പങ്കെടുത്ത ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമില്ല് തൊഴിലാളികളുടെ സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ് തുണിമില്ല് തൊഴിലാളികളുടെ സമരത്തിലെ പ്രധാന ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേതന വർധനയായിരുന്നു. അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിൽ. ഗുജറാത്തിലെ ഖേദയിൽ കർഷകർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി സമരം നടത്തിയിട്ടുള്ളത് 1918-ലാണ്. ഖേദ സമരം. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായതിനെ തുടർന്ന് നികുതി അടയ്ക്കാൻ കഴിയാതെ 1918 കർഷകർ സമരം നടത്തിയത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിലെ ഖേദയിൽ. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകരുന്നത് ഏത് സമരത്തിലാണെന്ന് വെച്ചാൽ ഖേദ കർഷക സമരത്തിലാണ്. അതായത് ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്നുള്ളത് മനസ്സിലായില്ലേ. 1914 വരെ നടന്ന ഒന്നാം ലോക യുദ്ധം ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് മേൽ ആധുനിക നികുതി ചിട്ടപ്പെടുത്തി. സൈനികരുടെ ആവശ്യത്തിനായിട്ട് വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തു. ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതമാക്കുകയും നിരവധി പേര് അവിടെ ക്ഷാമം അനുഭവിക്കുകയും ചെയ്തു. റൗലറ്റ് നിയമത്തിനെതിരെ വളരെ ശക്തമായ സമരം നടന്ന പ്രദേശങ്ങൾ ഏതാണെന്ന് വെച്ചാൽ പഞ്ചാബും ലാഹോറുമാണ്. റൗലറ്റ് നിയമത്തിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത് പഞ്ചാബും ലാഹോറാണ്. ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ച പഞ്ചാബിലെ ജനകീയ നേതാക്കൾ ആരെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലും. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് പൊതുയോഗം സംഘടിപ്പിച്ചത് 1919 ഏപ്രിൽ 13-നാണ്. ജാലിയൻ വാലാബാഗിൻ്റെ പൊതുയോഗത്തിന് എത്തിയവർക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ്
ജനറൽ റിജിനാൾഡ് ഡയർ. 10 മിനിറ്റോളം നീണ്ടു നിന്ന വെടിവയ്പ്പിൽ സർക്കാർ രേഖപ്രകാരം എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ 379 പേര്. ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ എന്ന് വെച്ചാൽ ഹണ്ടർ കമ്മീഷൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സെവ്രസ് ഉടമ്പടി പ്രകാരം അധികാരങ്ങൾ നഷ്ടപ്പെട്ട തുർക്കി ഭരണാധികാരി ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനം എന്ന് വെച്ചാൽ ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്തതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുക. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച അക്രമരഹിതമായിട്ടുള്ള സമരമാണ് നിസ്സഹകരണ സമരം. 1909 പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ഹിന്ദു സ്വരാജ് എന്നുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ സ്വയംഭരണം. ഇന്ത്യയുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിപ്പിക്കുകയും രാജ്യത്ത് സ്വരാജ്യം നിലവിൽ വരികയും ചെയ്യും എന്നത് ഏത് കൃതിയിലാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണഘടന ഗാന്ധിജി ഇപ്രകാരം വിശദീകരിക്കുന്നത്? ഹിന്ദു സ്വരാജിൽ കേട്ടോ. നിസ്സഹകരണ സമരത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് ഏതെല്ലാം സമരരീതികളിലൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് എന്നുള്ള ഒരു രീതിയിലാണ്. പണിമുടക്കി നിസ്സഹകരണ സമരത്തോട് സഹകരിച്ചത് ഏതെല്ലാം പ്രമുഖ പ്രസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ്? മദ്രാസിലെ ബക്കിംഗ്ഹാം, കർണാടിക് തുണിമില്ല് തൊഴിലാളികൾ, ആസാമിലെ തോട്ടം തൊഴിലാളികളൊക്കെ കേട്ടോ. നിസ്സഹകരണ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏവ? ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്തിലെ വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ. നിസ്സഹകരണ സമരകാലത്ത് അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ. അവധ് കിസാൻ സഭ. ബംഗാളിലെ കർഷക മേഖലകളിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നതും ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാൻ തീരുമാനിച്ചതും ഏത് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ സമയത്താണെന്ന്? നിസ്സഹകരണ സമരത്തിൽ അതായത് ബംഗാളിലെ കർഷക മേഖലകളിൽ ചണം കൃഷി ചെയ്യുക, ബഹിഷ്കരണ സമരം നടത്തുക, ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. നിസ്സഹകരണ സമരത്തിനിടെ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ നടന്ന സംഘർഷത്തിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീ വെച്ചതിനെ തുടർന്ന് 22 പോലീസുകാരെ കൊല്ലപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റെഴുതി കൊടുത്തിരിക്കുന്നത് 1922 ഫെബ്രുവരി 5 കേട്ടോ. നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് സംഭവത്തെ തുടർന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൗരി ചൗര സംഭവം. നിസ്സഹകരണ സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമാണ് ചിരാല പെരാല. ഇത് SCRT ആണ് കേട്ടോ. ചിരാല പെരാലയെ മുനിസിപ്പൽ കോർപ്പറേഷനാക്കി ഉയർത്തി നികുതി വർദ്ധിപ്പിക്കാനുള്ള ഗവൺമെൻറ് നീക്കത്തിനെതിരെ നടന്ന സമരം നയിച്ചത് ആരംഭിച്ച ദുഗിരാല ഗോപാലകൃഷ്ണ. ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് 15,000-ഓളം വരുന്ന ജനങ്ങൾ നഗരം ഒഴിഞ്ഞുപോയി 11 മാസക്കാലം ഒരിടത്തേക്ക് താമസം അയച്ചത്? ചിരാല പെരാല സമരം. നിസ്സഹകരണ സമരത്തെ തുടർന്ന് അറസ്റ്റിലായ ഗാന്ധിജിയെ വിചാരണ ചെയ്ത ശേഷം എത്ര വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്? 6 വർഷത്തെ കേട്ടോ. നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ: ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗം രാജിവെക്കുക, അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തു ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭ ബഹിഷ്കരിക്കുക, സമുദായത്തിലെ സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്താൻ സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും ഇതിൻ്റെ പരിപാടികളായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിച്ച പ്രധാന നടപടി എന്ന് വെച്ചാൽ റൗലറ്റ് നിയമമാണ്. 1919 നടന്നിട്ടുള്ളത്. വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക, വിചാരണ കൂടാതെ തടവിലടയ്ക്കുക, ഇതൊക്കെയാണ് പ്രത്യേകത. ഹർത്താലിന് ആഹ്വാനം 19 ഏപ്രിൽ 6 റൗലറ്റ് സമരത്തിൻ്റെ പ്രചരണത്തിനായി രൂപീകരിക്കപ്പെട്ട സംവിധാനമാണ് സത്യാഗ്രഹ സഭ. ഏറ്റവും വിസ്മയമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതെന്ന് വെച്ചാൽ റൗലറ്റ് നിയമത്തിനെതിരെ ദേശീയ ഹർത്താലിന് കേട്ടോ. അടുത്ത പേജ് നമുക്ക് നോക്കാം.
കണ്ടോ, അടുത്തത് നമുക്ക് നോക്കുമ്പോൾ ജോഗ്രഫിയായി. ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിക്കുന്നത് ഉത്തരമേഖല പർവ്വത, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലവും ദ്വീപുകളും അങ്ങനെയാണ് തിരിക്കുന്നത്. വടക്കു ഭാഗത്ത് വൻകോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഭൂവിഭാഗമാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശമാണ് ഉത്തരേന്ത്യൻ സമതലം. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ട്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന ഒട്ടേറെ പർവ്വതനിരകൾ ചേർന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരാണ് ഉത്തരപർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതനിരയ്ക്ക് ഉദാഹരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുൻലുൻ, ടിയാൻഷാൻ, ഹിന്ദുക്കുഷ്. ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷത എന്ത്? താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ്. ശിലാപാളികൾക്ക് വലയം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഉത്തരപർവ്വത മേഖല. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചിരിക്കുന്ന പർവ്വത മേഖലയാണ് ഉത്തരപർവ്വത മേഖല. ഏകദേശം 2400 കിലോമീറ്റർ നീളമുള്ള വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയുടെ വീതി 150 to 400 കിലോമീറ്റർ വരെയാണ് കേട്ടോ. ഉത്തരപർവ്വത മേഖലയുടെ വീതി ചോദിച്ചു കഴിഞ്ഞാൽ 2400 ആണല്ലോ നീളം. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി രൂപപ്പെടുന്നതാണ് മടക്കുപർവ്വതം. വലയമാണ് കാരണം. വലയത്തിന് രൂപപ്പെടുന്ന മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഹിമാലയവും ആൽപ്സും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂവിഭാഗമാണ് പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രകൃതിയാണ് ഉത്തരപർവ്വത മേഖല. ഈ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കും. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതങ്ങളുണ്ട് ഹിമാലയൻ നിര. ഹിമാലയത്തിൻ്റെ 3 സമാന്തര നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കും. ഗംഗാ സമതലത്തിനെതിരായി നിലകൊള്ളുന്ന ഹിമാലയൻ നിരയാണ് സിവാലിക്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ്. 60 to 150 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി സിവാലിക്കിൻ്റെ. നമ്മൾ നേരത്തെ 150 to 400 അല്ലേ പറഞ്ഞേ ഏതിൻ്റെ? ഉത്തരപർവ്വത മേഖലയുടെ. എന്നാൽ സിവാലിക്കിൻ്റെ 60 to 150. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 വരെ മീറ്റർ ശരാശരി ഉയരമുള്ള പർവ്വതമാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്ന് പറയുന്നത് ഹിമാചല. 60 മുതൽ 80 വരെ കിലോമീറ്ററാണ് ഹിമാചലിന്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഹിമാദ്രി. അത് നമ്മൾ മസ്റ്റേ പഠിക്കണം കേട്ടോ. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഹിമാദ്രി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത മേഖലയാണ് ഈ ഹിമാദ്രി. മഞ്ഞു മൂടപ്പെട്ട ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന ഹിമാലയൻ നിരയാണ് ഹിമാദ്രി. ഹിമാദ്രി നിരയുടെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കിലോമീറ്റർ. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ. ഇന്ത്യൻ ഫലകത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു? ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും. ഇന്ത്യൻ ഫലകം പിന്നീട് വടക്കോട്ട് നീങ്ങുന്നത് ഏത് ഫലകത്തിനടുത്ത് എത്തിയിട്ടാണ്? യുറേഷ്യൻ ഫലകത്തിന് കേട്ടോ. ഇന്ത്യൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിൽ നിലകൊണ്ടിരുന്ന സമുദ്രം എന്ന് വെച്ചാൽ തെതീസ് സമുദ്രം. ഫലകചലനത്തിൽ, അതായത് യുറേഷ്യൻ ഫലകം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫലകം പിന്നീട് വടക്കോട്ട് നീങ്ങുന്നത് ഏത് ഫലകത്തിന് എത്തിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെതീസ്. പിന്നെ യുറേഷ്യൻ ഫലകമാണ് അതിൻ്റെ ഉത്തരം. അതായത് ഇന്ത്യൻ ഫലകം പിന്നീട് വടക്കോട്ട് നീങ്ങി ഏത് ഫലകത്തിനടുത്ത് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുറേഷ്യൻ ഫലകം. ഇന്ത്യൻ ഫലകം വടക്കോട്ട് നീങ്ങുമ്പോൾ എത്തുന്നത് യുറേഷ്യൻ ഫലകത്തിലാണ്. എന്നാൽ ഇന്ത്യൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിൽ കാണപ്പെടുന്നത് തെതീസ്. ഓക്കെ. ചലനത്തിൻ്റെ ഫലമായി തെതീസ് സമുദ്രനിരപ്പിൻ്റെ അടിത്തട്ട് ഉയർന്നു വന്ന് രൂപം കൊള്ളുന്ന പർവ്വതമാണ് ഹിമാലയൻ പർവ്വതം. ഹിമാലയൻ പർവ്വതം രൂപം കൊണ്ടുള്ളത് ഏത് തരം ഫലകമായിട്ടാണെന്ന് വെച്ചാൽ സംയോജിക സീമ. ഹിമാലയൻ എന്തിനെ എക്സാമ്പിൾ വെച്ചാൽ സംയോജക സീമയ്ക്കാണ് കേട്ടോ. അത് രണ്ടും സംയോജിച്ചിട്ടല്ലേ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരയാണ് ഗിരികന്ധങ്ങൾ. അപരദനത്തിലൂടെ ഹിമാലയം പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ് സിന്ധു, ഗംഗ, സത്ലജ്. ഓക്കെ. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം. ടിബറ്റൻ ഹിമാലയം എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന നിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരമാണ് 3000.
ഏകദേശം 40 കിലോമീറ്റർ വീതിയുള്ള ട്രാൻസ് ഹിമാലയത്തിൻ്റെ നീളമാണ് 965 കേട്ടോ. അതായത് ഉത്തരപ്രദേശിലെ ഏറ്റവും വടക്ക് ട്രാൻസ് ആണ്. ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നതും ട്രാൻസ് ആണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി 3000 ആണ്. 40 കിലോമീറ്റർ വീതിയുള്ള ട്രാൻസ് ഹിമാലയത്തിൻ്റെ നീളമാണ് 965 കിലോമീറ്റർ. ഹിമാലയ പർവ്വതത്തിലെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാരക്കോറം. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് കെ2. 8611 മീറ്ററാണ്. മൗണ്ട് കെ2 കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് അതാണ് കാരക്കോറം. ഓക്കെ. ഭൂവൽക്കം മാൻഡലിൻ്റെ മുകൾ ഭാഗവും ചേരുന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ കഷ്ണങ്ങൾ നിലകൊള്ളുന്നതും അനേകായിരം കിലോമീറ്റർ വീതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനമുള്ള ശിലാമണ്ഡലങ്ങളെ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്നാണ് പറയാം. പിന്നെ ശിലാമണ്ഡല ഫലങ്ങൾ എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ആവാമെന്ന് പറഞ്ഞാൽ വൻകര ഭാഗമോ കടൽ ഭാഗമോ, വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ. ലോകത്തിൻ്റെ ഉയരമേറിയ പർവ്വതനിരകളിൽ നിന്ന് ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭൗമശിലാപാളികളുടെ ചലനം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികൾ എന്ന് വെച്ചാൽ ടെക്ടോണിക്കാണ്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന പാതയിൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് അസ്തനോസ്ഫിയർ. എന്തിനു മുകളിലൂടെയാണ് ടെക്നിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നത്? അസ്തനോസ്ഫിയർ. അപ്പോൾ അസ്തനോസ്ഫിയറിന് മുകളിലൂടെയാണ് ടെക്ടോണിക് ഫലങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്തിൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിലാവുന്നതാണ് അസ്തനോസ്ഫിയർ. ഓക്കെ. ഫലകചലനം മൂലം പർവ്വത രൂപവൽക്കരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ 3 തരം ഫലക അതിരുകളാണ് സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്നതാണ് സംയോജകം, അകലുന്നതാണ് വിയോജകം, തിരശ്ചീനമായി ഉരസുന്നതാണ് ഛേദക സീമ. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് മടക്കുപർവ്വതം. ഓക്കെ. ഒന്നും കൂടിയൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിവിഷനായി ഒരു സൺഡേ ഒക്കെ കിട്ടുമ്പോൾ ഇത് ആ സൺഡേ ലാസ്റ്റ് വായിക്കാം. ഓക്കെ. അടുത്തത് വരുന്നത് GK സെക്ഷനും പിന്നെ സയൻസും അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് പ്രതിരോധം വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വരുന്നുണ്ട്, ഫയർ വുമൻ്റെ വരുന്നുണ്ട്. ഓക്കെ.